ഹലോ ഫ്രണ്ട്സ്, നാളെ ജൂലൈ 23 നമ്മുടെ തമിഴ്നാട് CM വിജയ് സാർ. പക്ഷെ എനിക്കിപ്പോഴും ദളപതി എന്ന് വിളിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ വിജയ് അണ്ണ, എൻ്റെ വിജയ് അല്ലെങ്കിൽ നമ്മുടെ വിജയ് എന്നൊക്കെ വിളിക്കുമ്പം ആ ഒരു കിട്ടുന്നൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴൊക്കെ കിട്ടുന്നൊരു ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീമിലാണ് ഇപ്പോഴും. അതുപോലെ തന്നെ എൻ്റെ ഇനി ഇങ്ങനെ ഒന്നില്ല എന്ന് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇങ്ങനെ ഒന്നില്ല. അപ്പം ഒരു 6 മാസം കഴിഞ്ഞ് ജാനുവരി പൊങ്കലിന് റിലീസ് പറഞ്ഞ പടം റിലീസ് നടന്നില്ല. പടം ലീക്കായി, കോടിക്കണക്കിന് ആൾക്കാർ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു സിംഗിൾ പോർഷൻ പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത് ഒരു ലിങ്കിനോ അല്ലെങ്കിൽ ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. വീണ്ടും റിലീസാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സന്തോഷവും, അതിന് വേണ്ടിയിട്ട് ബുക്കിംഗ് ഓപ്പൺ ആയോ, ടിക്കറ്റ് കിട്ടാൻ പറ്റുമോ, ടിക്കറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാം അന്വേഷിച്ചും പിടിച്ചും കഴിഞ്ഞ സാറ്റർഡേ 6/1 കേരള ബുക്കിംഗ് സ്റ്റാർട്ടാവുമെന്ന് അറിഞ്ഞ് അപ്പം തന്നെ പോയി FD ബുക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. എന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് മുതലേ, അതായത് പോക്കിരിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് TV യിലാണ് കാണുന്നത്, സൺ TV അങ്ങനെ എന്തോ ആണ്. ഞാൻ അങ്ങനെയാണ് വിജയൻ്റെ ഒരു പടം കാണുന്നത്. എന്തോ ആ ഒരു ടൈം പുള്ളിയുടെ പീക്കായിരുന്ന ടൈമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു ടൈമിൽ ഒരു അന്യഭാഷാ നടൻ ഈ ഒരു സ്റ്റൈൽ, ഈ ഒരു ഗെറ്റപ്പിൽ ചെയ്യുന്നത് എന്തോ അന്ന് എൻ്റെ മനസ്സിൽ കൂടി കയറിയതാണ്. ഇപ്പോഴും അതേപോലെ തന്നെ, ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലായി. പക്ഷേ വിജയ് എന്നൊരു ഫിലിം സ്റ്റാറിനേക്കാളും കൂടുതൽ എനിക്ക് റിയൽ ലൈഫിൽ പുള്ളീനെ ഇഷ്ടമായിരുന്നു. പക്ഷേ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ കറൻലി നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ അതെല്ലാം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പുള്ളിയുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അത്ര അഡ്മയർ ചെയ്യുന്നുണ്ട്. സത്യം, ധർമ്മം, നേര്, അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ വളർന്ന് കുറച്ച് നമുക്കൊരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ അറിയാനും നോക്കാനും. ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ നോട്ട്ബുക്കിനൊക്കെ വരുന്ന ഫോട്ടോ വരെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ റീസെൻ്റ്ലി എൻ്റെ റൂമിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു വിജയുടെ കുറേ കട്ടൗട്ട്, ഇങ്ങനെ പേപ്പർ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വിജയുടെ നോട്ട്ബുക്സ്, അതായത് ഫ്രണ്ട് പേജിൽ വിജയുടെ ഫോട്ടോ ഉള്ള നോട്ട്ബുക്സ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സിനിമകളുടെ പേരുകൾ ഫുള്ള് കാണാണ്ട് പഠിക്കുക, അതിൽ സിനിമയിലെ ഡയലോഗ്സ് എല്ലാം. പിന്നെ പാട്ട്, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും TV യിൽ എന്തെങ്കിലും കാണുന്ന വഴി തന്നെ ഇതേലും പാട്ട് വന്നാൽ പോലും മാറ്റാതെ അത് ഫുൾ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അതെല്ലാം ഇരുന്ന് കാണുകയും, അങ്ങനെ അത്രയും ഒരിത് എന്തോ എനിക്കറിയില്ല. എനിക്ക് ആ വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരൊക്കെ കളിയാക്കും രക്ഷകൻ്റെ പടം ചെയ്യുന്നതെല്ലാം ഒരേ ടൈപ്പ്, ഒരേ ജോണർ പടമാണ്, ഇതാണ്. പക്ഷെ എന്താണേലും എനിക്ക് ആ വ്യക്തി, വിജയ് എന്ന വ്യക്തിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നൊരു കാര്യമാണത്. അതുപോലെ നാളെ നമ്മുടെ വിജയണ്ണൻ്റെ ലാസ്റ്റ് പടം FD ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി കൊച്ചിയിൽ എത്തുന്നുണ്ടെന്ന് പറയുന്നു. അത് പറ്റിയാൽ ഞാൻ എന്തായാലും പോയി കാണാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ട്രിവാൻഡ്രത്ത് വന്ന ടൈമിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്ന് ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. അതുപോലെ തന്നെ നാളെ 6 മണിക്ക് നമ്മുടെ കേരളത്തിൽ ഷോ സ്റ്റാർട്ട് ചെയ്യും. ബുക്ക് ചെയ്തിട്ടുണ്ട്, പോകണം. സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. കാരണം ഇനി ഇങ്ങനെ ഒന്നില്ല. ഞാൻ ഇതുവരെ ഫസ്റ്റ് ഷോ കണ്ടിട്ടില്ല. അതായത് ഫസ്റ്റ് ഷോ, ഞാൻ എപ്പോഴും സെക്കൻഡ് ഷോയ്ക്കാണ്. കാരണം ഇങ്ങനെ ഫാൻസ് അങ്ങനെ ഇതായിട്ടുള്ളതുകൊണ്ട് എനിക്കിതുവരെയും പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ കാണാൻ വേണ്ടി. കാരണം അറിയാലോ, FD പോകുമ്പോൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ആ ഒരു രീതിയിലാണ്. ഞാൻ എപ്പോഴും സെക്കൻഡ് ഷോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഫാൻസിൻ്റെ ആ ഒരു ഒത്തിരി വന്ന് ബുക്ക് ചെയ്യുന്ന ആ ഒരു ഇത് തിരക്ക് കുറഞ്ഞിട്ട് പടം
നമുക്കൊന്ന് നല്ലപോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇത് വരും. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ ഞാൻ FDFS ഫസ്റ്റ് ഷോ തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും എനിക്കത് കാണണം, എൻ്റെ ലൈഫിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എനിക്ക് അത്രയും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ആൾക്കാർ ഒരുപാട് പേര്, ഇൻക്ലൂഡിങ് എൻ്റെ വീട്ടിലുള്ളവർ പോലും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. ഞാനതൊന്ന് ഐ ഡോണ്ട് കെയർ. വേറൊന്നുമല്ല, എൻ്റെ ഹാപ്പിനെസ്സാണത്. അതുകൊണ്ട് അവർക്കാർക്കും ഒരു ദോഷവും ഇല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാകത്തുമില്ല. അവർ ചിലപ്പോൾ അവർക്കൊക്കെ അത് തമാശയായിട്ട് തോന്നും. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ എനിക്കത് അത്രയും ഹാപ്പിനെസ് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിലത് കൂടെ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാവുന്നതാണ്.